ശ്രീ നരേന്ദ്രമോദി ഗവൺമെൻറ് ഇപ്പോഴത്തെ സംഭവവാസങ്ങളുമായി ബന്ധപ്പെട്ടെടുക്കുന്ന സമീപനത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിമർശനമുണ്ട്. CPIM-ന് പ്രതിപക്ഷ പാർട്ടികൾക്ക് പൊതുവിൽ ഒരു പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു കൂട്ടണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചു. അതിനെക്കുറിച്ച് പ്രധാനമന്ത്രിയോ ഗവൺമെൻറ്റോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതിന് പകരം BJP മുഖ്യമന്ത്രിമാരോടും BJPയുമായി സഖ്യത്തിലുള്ള NDAയിൽപ്പെട്ട മുഖ്യമന്ത്രിമാരോടുമുള്ള ഒരു ആശയവിനിമയം പ്രധാനമന്ത്രി നടത്തുകയുണ്ടായി. അപ്പോൾ BJPയോ NDAയോ അല്ലാത്ത മുഖ്യമന്ത്രിമാർ ഉള്ള സംസ്ഥാനങ്ങൾ രാജ്യത്തിന് പുറത്താണ്. ഒരു ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണത്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ പ്രത്യേക സമ്മേളനം വിളിക്കുക എന്നുള്ള ആവശ്യം നിരസിച്ച പ്രധാനമന്ത്രി, അതുപോലെ തന്നെ വിവേചനപരമായി BJPയിലും NDAയിലും പെട്ട മുഖ്യമന്ത്രിമാരുമായി മാത്രം ആശയവിനിമയം നടത്തിയ പ്രധാനമന്ത്രി വളരെ ശരിയല്ലാത്ത ഒരു സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. പക്ഷേ ശരിയല്ലാത്ത ഒരു പ്രതികരണം അതിനോട് നൽകാൻ CPM തയ്യാറല്ല. ഈ സ്ഥിതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ഡെലിഗേഷനിൽ CPM-ൻ്റെ രാജ്യസഭാ നേതാവിനെ ജോൺ ബ്രിട്ടാസിനെ ഉൾപ്പെടുത്താനുള്ള താല്പര്യം അറിയിച്ചു. അത് ഞങ്ങൾ ചർച്ച ചെയ്തു. മോഡി ഗവൺമെൻറ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ പാർലമെൻറ്റ് പ്രത്യേക സമ്മേളനം വിളിച്ചുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാകുന്നില്ല. ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരോടും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. വിവേചനപരമായി BJP NDA മുഖ്യമന്ത്രിമാരോട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഇങ്ങനെയെല്ലാമുള്ള ശരിയല്ലാത്ത സമീപനം BJP NDA കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ശ്രീ നരേന്ദ്രമോദിയിൽ നിന്നും ഉണ്ടാകുന്നുണ്ടെങ്കിലും വളരെ പക്വമായൊരു പ്രതികരണമാണ് ഈ വിദേശത്തേക്ക് അയക്കുന്ന വിവിധ പാർട്ടി പ്രതിനിധികളും വിദഗ്ധരും അടങ്ങുന്ന പ്രതിനിധി സംഘത്തെ സംബന്ധിച്ച് CPIM-ഉം പ്രതിപക്ഷവും സ്വീകരിക്കുന്നത്. അതിൽ പ്രതിനിധി സംഘത്തിൽ പങ്കെടുക്കാൻ CPM തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ച വിമർശനങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ